തീർച്ചയായിട്ടും ഞാനിതിനെ സൈബർ ആക്രമണം അല്ല, ഇത് ശരിക്കും കൊട്ടേഷൻ വർക്കാണിത്. ഇത് അവര് കുറച്ചു പേര് ചേർന്ന് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു. ആ അസോസിയേഷന് ഫണ്ട് വേണം. ആ ഫണ്ട് വേണമെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള ബഹളോ ഒച്ചയൊക്കെ ഉണ്ടാക്കി ജയിലിലൊക്കെ പോയ ഒരു വീരശൂര പരാക്രമിയുടെ ഒരു പരിവേഷമൊക്കെ ധരിച്ച് ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ടാക്കുക. അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പ്രഹസനമായിട്ടാണ് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഇത് കുറെ കാലം കൊണ്ട് ഇവർ തുടങ്ങിയിട്ടുള്ളതാണ്. എന്നാൽ കാര്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ ഇവരെല്ലാം ഭയങ്കര സൈലന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ ഇടപെടത്തില്ല. അന്യായമായിട്ടുള്ള കേസുകൾ വരുമ്പോൾ ഇവരൊക്കെ ചാടിക്കയറി മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇരകളെ അപമാനിക്കാനും ഈ കേസിനെ ഡൈവേർട്ട് ചെയ്ത് വിടേണ്ട രീതിയിൽ തന്നെ പ്രസ്താവനകൾ ഇറക്കുന്നതിൽ ഇവർ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അപ്പൊ ഇത് പേരിനും പ്രശസ്തിക്കും സംഘടനയുടെ വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ്. ഞാനിത് മനസ്സിലാക്കി എങ്ങനെയാന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഈ ഗ്രൂപ്പുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട്സ് കുറെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മളെയൊക്കെ പരാമർശിക്കാറുണ്ട്. അപ്പൊ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നവരാണല്ലോ. അപ്പൊ അവർ ആ രീതിയിലാണ് നമ്മളെയൊക്കെ ശത്രുവായിട്ടാണ് വെച്ചിരിക്കുന്നത്. അന്നേരം അവര് ആ ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട്, ധന്യരാമന് ചാണക വെള്ളം തളിക്കണം, അപ്പൊ നമുക്കാണ് കൂടുതൽ പബ്ലിസിറ്റി കിട്ടുക. അവരെ ചാണക വെള്ളം തളിക്കുമ്പോൾ എന്നെ ഒരു ഹീനജീവിയായിട്ട് സമൂഹം കരുതും എന്നുള്ള ആ സ്ക്രീൻഷോട്ടൊക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, വോയിസ് ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കുറച്ച് മനുഷ്യരുടെ മെന്റാലിറ്റിയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. അത്രയും വൃത്തികെട്ടതാണ്. കാരണം ഒരു സാമൂഹ്യ ബോധവും ഇല്ലാത്ത ഒരു ബുദ്ധി ലെവലേശം ഇല്ലാത്ത മനുഷ്യരാണ് ഇവരൊക്കെ. വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇത്തരത്തിലുള്ള ഇപ്പൊ റിമാൻഡ് ചെയ്ത് നന്നായി. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ആ റിമാൻഡ് ആയതെങ്കിലും ഇവരൊക്കെ പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴും നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കും. ഈ പോലീസ് കസ്റ്റഡിയിൽ, സൈബർ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുന്ന സമയത്ത് പോലും പറയുന്നത് ഞാൻ രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി ഇനിയും എഴുതും, ഇനിയും സംസാരിക്കും. സ്വന്തം തെറ്റ് തിരുത്താനോ ആ തെറ്റ് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധിശേഷി പോലും ഇവർക്കൊക്കെ ഇല്ലാതായി പോയി എന്നുള്ളതാണ്. എനിക്ക് അതിനേക്കാളും വിഷമിച്ചത് രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ, എന്റെ സുഹൃത്തു കൂടിയാണ് ദീപ, അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് കണ്ടപ്പം എനിക്ക് വളരെയധികം വിഷമം തോന്നി. അത് അവര് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ അവർക്കും 2 ആൺകുട്ടികൾ വരുന്നുണ്ട്. നാളെ അവരും ഇങ്ങനെ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടി വരുന്നുള്ള ഒരു വിദൂര ചുമ്മാ ഓവർ തിങ്കിങ് ആണ് അവരുടെയൊക്കെ. ഒരു ദൂരത്തുള്ള പൊടിക്കുട്ടികളെ കുറിച്ചാണ് അവരങ്ങനെ ചിന്തിച്ച് പറയുന്നത്. എന്തൊരു വൃത്തികേടാണെന്ന് ഓർത്തൊക്കെ. മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയാത്ത, ജീവൻ പോലും ശാശ്വതമല്ലാത്ത കാലത്ത് നമ്മൾ നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മളങ്ങനെ പ്രവചിച്ചു വെക്കുകയാണ്. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അത്തരത്തിൽ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്ത് ഈ സമരത്തിന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി ഇവർക്കൊക്കെ എത്ര ലോജിക്കുണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളെന്ന്. അപ്പൊ ഒരേപോലെ ഭാര്യയും ഭർത്താവും ചിന്തിച്ച് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള വിഷയമായിട്ട് മാറ്റാൻ അവർക്ക് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ പിന്തുണ സ്വന്തം വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മളെ തിരുത്തേണ്ടത് ആരാണ്? നമ്മൾ കൂടെയുള്ളവരാണ്. ചിലപ്പോൾ ഭർത്താവായിരിക്കാം, ചിലപ്പോൾ അച്ഛനായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ ഓഫീസിലുള്ളവരായിരിക്കാം, ജീവനക്കാരായിരിക്കാം. പക്ഷെ നമ്മളെ തിരുത്തേണ്ടതിന് പകരം നമ്മളെ പിന്തുണച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നതെങ്കിൽ അവരെ എവിടെ എങ്ങനെ അധപതിക്കുന്നുള്ളതിനെ കുറിച്ച് ഞാൻ അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു റിമാൻഡിലായി എന്നുള്ള ഒരു കാര്യം പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ പോലും ഉറക്കെ വിളിച്ചു പറയുന്നത് പുരുഷന്മാരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അതിനുവേണ്ടിയാണ് താൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്, അതിനുവേണ്ടിയാണ് താൻ പ്രയത്നിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹം ഉറക്കെ വീണ്ടും വിളിച്ചു പറയുന്നത്. അതെ, പുരുഷന്മാർക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന പുരുഷന്മാരുടെ കൂട്ടായ്മ പറഞ്ഞ അധികവും കേസിലെ പ്രതികളാണ്. പലരും കൊടുത്ത കേസിലെ പ്രതികളുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം അത്രയും പരാതികൾ ആ ഗ്രൂപ്പിലുള്ളവരെ കുറിച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ പേരിലൂടെ വട്ടിയൂർക്കാവ് സ്റ്റേഷൻ, മ്യൂസിയം സ്റ്റേഷൻ, അതുപോലെ തന്നെ പൂജപ്പുര പോലീസ് സ്റ്റേഷൻ, ഈ ചുറ്റുവട്ടത്തുള്ള 7-8 സ്റ്റേഷനിൽ അദ്ദേഹത്തിന് കേസുണ്ട്. അപ്പൊ മദ്യം വാറ്റിയത്, മദ്യപിക്കുന്നത്, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത്, ഭാര്യയെ ഗാർഹിക പീഡനം തൊട്ട് ഇങ്ങോട്ടേക്ക് കേസുള്ളവരാണ് ഈ പുരുഷന്മാരെ നന്നാക്കാനായിട്ട് നടക്കുന്നത്. ആദ്യം ഇവരൊക്കെ സ്വയം നന്നാവണ്ട, അത് തിരിച്ചറിഞ്ഞാൽ മതി ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. അതിനുപോലും സാധിക്കാത്ത 7-8 പോലീസ് സ്റ്റേഷനുകളിൽ കേസുള്ള മനുഷ്യരാണ് പുരുഷന്മാരുടെ അസോസിയേഷൻ ഉണ്ടാക്കി പുരുഷന്മാരെ നന്നാക്കാനായിട്ട് നടക്കുന്നത്.
ഇവിടുത്തെ പുരുഷന്മാർക്ക് അവർ കെൽപ്പുള്ളവരാണ്. അവർ കാശ് ഉണ്ടാക്കും, അവർ കേസും അന്വേഷിക്കും, അവർക്ക് അത് പ്രോപ്പറായിട്ട് എങ്ങനെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകണമെന്നോ അറിയാവുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത്രയും നിയമ സംവിധാനം നമുക്കിവിടെ ഉണ്ട്. അത്രയും സോഷ്യലി മാറിയ ഒരു സമൂഹമാണ് നമ്മുടേത്. അങ്ങനെ ക്രൂശിക്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുരുഷനെ ക്രൂശിക്കൽ ഉണ്ടായിരിക്കാം, പക്ഷെ അത് തീർത്തും പിന്നെ ഒട്ടും സോഷ്യലി ചേഞ്ച് ആവാത്ത മനുഷ്യർക്ക് മാത്രമേ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള സിറ്റുവേഷൻ സ്വീകരിക്കേണ്ടി വരത്തുള്ളൂ. സ്വന്തം പാർട്ട്ണർ എടുത്തൊക്കെ ഇവർ പറയുന്നത് പാർട്ട്ണറാണല്ലോ, ഭാര്യയാണല്ലോ ഭർത്താവിനെ ക്രൂശിക്കുന്നു എന്ന് പറയുന്നത്. അതിനാണല്ലോ ഇവർ ഈ അസോസിയേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ എനിക്കത് ഈ ലോജിക്കിനോട് എനിക്ക് ഒട്ടും പിന്നെ യോജിക്കാൻ പറ്റുന്നതേ ഇല്ല ഇവരുടെ ഈ ആശയങ്ങളോടൊന്നും. ഈ ഒരു വ്യക്തി ഇങ്ങനെ അതെ അതെ ഇതിപ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ വനിതകൾക്ക് ഒരു കമ്മീഷൻ ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ട് അത് പുരുഷന്മാർക്ക് ഉണ്ടായിക്കൂടാ എന്നുള്ള ചോദ്യമാണ് ഇദ്ദേഹം ഒരു തുടക്കകാലം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കകാലം തൊട്ട് മുമ്പൊക്കെ ഒരു സ്ത്രീകൾക്ക് ഗാർഹിക പീഡനം ഉണ്ടാകുന്ന അന്ന് ഇന്നും മർദ്ദനമാണ്, ഫിസിക്കലായിട്ടുള്ള അടി, ഈ ചീത്തവിളിയും ടോർച്ചർ ചെയ്യുന്നതൊക്കെ ഒരു സൈഡ്. അതുകൂടാതെ നമ്മളെ പാർട്ട്ണറുടെ നിന്ന് കിട്ടുന്ന എന്താണ് ഭീകരമായിട്ടുള്ള അടികളായിരിക്കും, മർദ്ദനമായിരിക്കും. അതോ ഇങ്ങനത്തെ ഈ ഗാർഹിക പിന്നെ പെണ്ണ് ഒരു ആണിന്റെ വീട്ടിലേക്കാണ് കയറി ചെല്ലുന്നത്. അതുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ദുർബലരായിട്ടുള്ള ഒരു വിഭാഗം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ വനിതാ കമ്മീഷനും പിന്നെ കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് അവർക്ക് പോലീസ് സ്റ്റേഷനും സമീപിക്കാം, അവർക്കും പിന്നെ കോടതിയെ സമീപിക്കാം. ഇവിടെ എല്ലാ നിയമ സംവിധാനങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഏതെങ്കിലും ഒരു പുരുഷൻ ഒരു ഇതുപോലെ ഒരു ചലഞ്ച് നേരിടേണ്ടി വന്നാൽ അവർ വെറുതെ ഇരിക്കുമോ? അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഏൺ ചെയ്യുന്ന മനുഷ്യരാണെങ്കിൽ സാമ്പത്തികമൊക്കെ അവരുടെ കയ്യിലായിരിക്കും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ അന്ന് ഇന്നും സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യപ്പെടേണ്ടി തന്നെ അങ്ങനെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഒട്ടുമിക്ക ഒരു 70% സ്ത്രീകൾ ഇപ്പോഴും അങ്ങനെയാണുള്ളത്. നമ്മൾ ബോൾഡാണ് പറയും മുന്നോട്ട്, അതൊക്കെ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ്. ബാക്കിയെല്ലാം അകത്ത് കിടന്ന് അടി കൊള്ളുന്നവരും ഇടി കൊള്ളുന്നവരും ചീത്ത വിളി കേൾക്കുന്നവരും എല്ലാ ടൈപ്പ്. നമ്മൾ വിചാരിക്കും എ ക്ലാസ് മനുഷ്യരുടെ വീട്ടിലൊക്കെ ഭയങ്കര ഗംഭീര സംഭവമായിരിക്കും, അവിടെ നിന്നൊക്കെ വിളിക്കുന്ന തെറികളൊക്കെ കേൾക്കണം. അതൊക്കെ ഈ സമൂഹത്തിലുള്ളതാണ്. അപ്പൊ ഇവർ ഈ പറയുന്ന പോലെ സ്ത്രീയും പുരുഷനും തുല്യരാവണമെങ്കിൽ അവർക്കും കമ്മീഷനൊക്കെ കൊണ്ടുവരാം, അതിന് നമ്മളും സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇത്തരത്തിലുള്ള ആശയവും വെറുപ്പും വിദ്വേഷവും വളർത്തിക്കൊണ്ടല്ല നമ്മൾ സമൂഹത്തിൽ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ മിഷൻ നമ്മൾ കൊണ്ടുവരേണ്ടത്. അത് സ്റ്റേറ്റ് ചെയ്യുമല്ലോ, സ്റ്റേറ്റ് ചെയ്യും. പക്ഷെ ഇവർ ഈ പറയുന്ന അതിന് മുൻപിട്ട് നിൽക്കുന്ന ആൾക്കാരെ ആരും അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഘടനകളൊന്നും സർക്കാരും അംഗീകരിക്കാത്തത്. തീർച്ചയായും അതെ, നല്ല വ്യക്തികൾ വരുമ്പോൾ അത് സ്റ്റേറ്റ് അംഗീകരിക്കും. പുരുഷ കമ്മീഷൻ വേണം, ആവശ്യമാണ്. നല്ല വ്യക്തികൾ മുമ്പോട്ടേക്ക് ആശയങ്ങളായിട്ട് വരട്ടെ, അപ്പോൾ സ്റ്റേറ്റ് അതിനെ അംഗീകരിക്കും. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു സൈബർ ആക്രമണം ഇതിന് പിന്നിൽ 4 പേർക്കെതിരെയാണ് ഈ യുവതി അല്ലെങ്കിൽ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ഒരു വ്യക്തിയെ മാത്രമാണ് ഇത്തരം നടപടികളിലേക്കൊക്കെ എത്തിയിരിക്കുന്നത്. അതിൽ 2 സ്ത്രീകളുമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ എപ്പോഴും പറയാറില്ല ഞാൻ ആ സ്ത്രീകളുടെയൊക്കെ വീഡിയോ കണ്ടു. എത്ര വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഒരു പെണ്ണിനെ അപമാനിക്കാനായിട്ട്. അയ്യോ, അതിനകത്ത് ഉപയോഗിക്കുന്ന വാക്കുകളൊന്ന് കേട്ട് നോക്കിയേ. ഇവർക്കൊന്നും ഒരു പെണ്ണിന്റെ മനസ്സിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അവര് സെക്സ് ചെയ്യുമ്പോൾ സുഖം കിട്ടിയില്ല, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. 2 വ്യക്തികൾ തമ്മിൽ അത് പിന്നെ അനുവാദം ഉണ്ടായിട്ടോ ഉഭയകക്ഷി സമ്മതപ്രകാരമോ അല്ലയോ അത് സംഭവിച്ചിരിക്കാം. പക്ഷെ ഒരു കുഞ്ഞുണ്ടായിട്ട് എന്റെ കുഞ്ഞിനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ ആ പെണ്ണിന്റെ ദയനീയമായിട്ടുള്ള നിലവിളിയാണ് നമ്മൾ അസ്വസ്ഥരാക്കുന്നത്. ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു, അങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഒരു നാളത്തെ ഒരു ഇവിടെ ജനിച്ചു വളരേണ്ട ഒരു കുഞ്ഞിനെ ആ ഭ്രൂണത്തിൽ നിന്ന് തന്നെ കൊന്നു കളഞ്ഞത് ആ അമ്മയുടെ താല്പര്യപ്രകാരം അല്ല. ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തണമെന്നുണ്ടായിരുന്നു. അവർ പറയുന്നുണ്ട് ഞാൻ വീണ്ടും ഏതെങ്കിലും സ്ഥലത്ത് പോയി ഞാൻ ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് അവര് അത്ര ഇരക്കുന്നുണ്ട്. പക്ഷെ അത് ശരിക്കൊള്ളുന്നില്ല. അതിനെ അത്ര അയാൾ ഉപയോഗിച്ച ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര ഒരു ദിവസം ഒരു മനുഷ്യന്റെ കൂടെ കിടന്ന ഒരു സ്ത്രീയോടായാൽ പോലും അങ്ങനെ ആരും സംസാരിക്കും. അതിന്റെ ഡ്രാമ ആദ്യം മാറ്റി വെക്കുക. ബ്ലീഡിങ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും. ഇങ്ങനത്തെയൊക്കെ സാഹചര്യങ്ങളുടെ ഒരു മനുഷ്യൻ കടന്നു പോകണം. ഒറ്റപ്പെട്ട് ആരും അറിയാതെ ഒരു അബോർഷൻ സംഭവിക്കുന്നു, ഹോസ്പിറ്റൽ ഇല്ല, ആരുടെയും സഹായമില്ല, ഒരാളോട് പറയാൻ പറ്റൂല, ബ്ലീഡിംഗ് ആയി നാളെ മരിച്ചു പോയാൽ മരണത്തെ ഫേസ് ചെയ്തുകൊണ്ടായിരിക്കും ആ സ്ത്രീ കടന്നുപോയത്. അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് ഒരു സ്ത്രീക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പകരം ഇതുപോലെ അതിനകത്തുള്ള വേർഡ്സ് ഒക്കെ നിങ്ങൾ വായിച്ചു നോക്കിക്കാണാം. അത്രയും സെക്ഷൽ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് അറസ്റ്റ് ചെയ്ത് ആ 5 പേരെയും കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് റിമാൻഡ് ചെയ്യണം. റിമാൻഡ് ചെയ്താൽ മാത്രമേ ഇവരൊക്കെ ഒരു പാഠം പഠിക്കുള്ളൂ. ജയിലിൽ പോയാൽ നല്ല സമീപനം ഒന്നല്ല കിട്ടുന്നത്. അവിടെ നിന്നുള്ള എക്സ്പീരിയൻസ് ഇനി മേലെ ഇവരെ കൊണ്ട് തെറ്റ് ചെയ്യാത്ത രീതിയിൽ ആക്കി കളയും.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.